ജബ്ബാർ മൗലവിയോട് ഹംസബാക്കവി ആവർത്തിച്ച് പറഞ്ഞിരുന്ന വാചകമുണ്ട്, മൗലവി നിങ്ങളൊരു 3 അഖീദയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ. ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിശദീകരണം നടത്തുന്നതിന് ഇടയിൽ നിങ്ങളുടെ അഖീദയുടെ പണ്ഡിതന്മാരെഴുതിയ 3 കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അഖീദയുടെ കിതാബുകൾ അറിയില്ല, ഇസ്ലാമിന്റെ അഖീദ ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഘടകങ്ങൾ ഇസ്ലാമിന്റെ അഖീദയിൽ നിന്ന് നല്ലൊരു ശതമാനം തെറ്റി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൊപ്പത്ത് വന്ന് പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാ. എന്തിനാ അങ്ങനെ പറഞ്ഞറിയോ? ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. എന്താ അനുഗ്രഹം എന്നറിയോ? മഹാനായ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ, അദ്ദേഹത്തെ അറിയാത്ത ഒരു പുതിയ തലമുറ ഇവിടെയുണ്ട്. അവർക്കാരാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് എന്ന് വായിക്കാനും കേൾക്കാനും അന്വേഷിക്കാനുമുള്ള വല്ലാത്തൊരു വാതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നത്. ചെറിയൊരു വാതിലൊന്നുമല്ല. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു തമാശയായിരിക്കും, നിങ്ങൾക്ക് ആ പണ്ഡിതനെ വിലയുണ്ടാവുകയില്ല. ഞങ്ങൾ അങ്ങനെയല്ല. ആ പണ്ഡിതന്റെ ഓരത്തിരുന്ന് അദ്ദേഹത്തിന്റെ കൂടെ മണിക്കൂറുകൾ ചെലവഴിച്ച് രാവും പകലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ തമാശകളിൽ അദ്ദേഹത്തിന്റെ അറിവ് അത് കൃത്യമായി സ്വീകരിക്കാനും, അദ്ദേഹം നൽകുന്ന പ്രോത്സാഹനങ്ങളെ കൃത്യമായി അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ തയ്യാറായ ഈ സംഘത്തിലെ ആളുകൾക്ക് അതൊരു വിലയില്ലാത്ത കാര്യമല്ല. എത്ര കിതാബുകൾ അദ്ദേഹത്തിന്റെ പാർശ്വങ്ങളോട് ചേർന്നിരുന്ന് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അഖീദ മനസ്സിലാകാത്ത ആള് അല്ലേ? ഹംസബാക്കവി ഉസ്താദ് ഞങ്ങൾ ഉസ്താദ് തന്നെയാണ്. ഉസ്താദ് ഏത് കിതാബാ വായിക്കാൻ പറഞ്ഞ നിങ്ങൾ പറയാത്തത്? ആ കിതാബ് ഒന്ന് പറയുന്നത് എന്താ എഴുതി കാണിക്കാത്തത്? അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് വായിക്കാതെ പോയ കിതാബുകൾ എന്ന് പറയുന്നത് വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനോ വിമർശകരുടെ അടിസ്ഥാന ആശയം മനസ്സിലാക്കാനോ വേണ്ടി ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് പരതാത്ത കിതാബുകൾ അതാ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇത്ര ലജ്ജയില്ലാത്ത വർത്തമാനം പറയാൻ നിങ്ങൾ മുന്നോട്ട് വരരുത്. ഒരാൾക്ക് എത്ര കണ്ട് തരം താഴാനും നാണം കെടാനും കഴിയുമോ അതിന്റെ ഉദാഹരണമെന്നേ അനസ് മൗലവിയെ പറയാനുള്ളൂ. ഒന്നും വിചാരിക്കണ്ട. ഈ അനസ് മൗലവിയുടെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോട് ഈ വിഷയ സംബന്ധമായി പലതും പറഞ്ഞും നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്, കൃത്യമായി പറയണമെന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പറയാനുള്ള അവസരം ഈ ഉള്ളവന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അനസ് മൗലവി എന്ന ജ്യേഷ്ഠ സഹോദരനോട് സ്നേഹത്തോടെയാണ് പറയുന്നത്. ഈ നിലക്കുള്ള വർത്തമാനങ്ങൾ പറയരുത്. വിമർശകരുടെ ആഴം മനസ്സിലാക്കി നേരിട്ട മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ്. എതിരാളികൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പലപ്പോഴും പത്തിമടക്കിയിട്ടുണ്ട്. അദ്ദേഹം വായിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതുമായ ഗ്രന്ഥങ്ങളുടെ എണ്ണമെങ്കിലും ഈ വിമർശിക്കുന്ന ആളുകൾക്കൊന്ന് എണ്ണിയെടുക്കാൻ സാധിക്കുമോ? പറയണം. ആരാരും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ അറിവിനെയും ദീനിനെയും സ്നേഹിച്ച് അതിനുവേണ്ടി സേവനം ചെയ്യാൻ രാവും പകലും മാറ്റിവെച്ച ഒരു മഹാപണ്ഡിതനെ ഈ നിലക്ക് അവഹേളിക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ്. പിന്നെയോ ആർക്കു മുമ്പിലും നിലപാട് ഉയർത്തിയ പ്രമാണങ്ങളുടെ പക്ഷം ഉയർത്തിപ്പിടിച്ച ഒരു മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ്. ചില്ലറക്കാരനൊന്നുമല്ല. മനസ്സിലായോ? അപ്പോ അങ്ങനത്തെ ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ നിലക്ക് പറയരുത്. ഇനി